നമ്മുടെ മക്കൾ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹമാണ്. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നമുക്ക് ഏൽപ്പിച്ച ഒരു വലിയ ഉത്തരവാദിത്വവുമാണ് നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബം എന്നത്. ആമുഖങ്ങളില്ലാതെ കുറഞ്ഞ സമയം ഈ വിഷയസംബന്ധമായി സദസ്സിനോട് സംവദിക്കാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ സദസ്സ് തുടങ്ങിയിട്ട് ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞു എന്ന് സദസ്സിൻ്റെ അന്തരീക്ഷം കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. പ്രയാസമില്ലെങ്കിൽ ചെറിയൊരു ആക്ടിവിറ്റി ചെയ്താലും നമുക്കൊരു സന്തോഷം ഉണ്ടാകും. ഒന്ന് എഴുന്നേറ്റ് നിന്ന് നോക്കുക നമ്മളെല്ലാവരും. അൽഹംദുലില്ലാ, അതൊരു അച്ചടക്കമാണ്. ഇപ്പോഴാണ് സദസ്സിൽ ഒരാൾ സംസാരിക്കുന്നത് എന്താണെന്ന് നമ്മൾ അറിയുന്നത്, അല്ലേ? എഴുന്നേറ്റ് നിന്നപ്പോൾ നമ്മളൊന്ന് അറിഞ്ഞു. സ്ത്രീകൾ എഴുന്നേൽക്കണം എന്നില്ല കേട്ടോ. ഇനി ചെറിയൊരു ഉപകാരവും കൂടെ ചെയ്താൽ ഒന്നുകൂടി ഭംഗിയാകും. ഈ ഭാഗം ഏകദേശം ക്ലിയറാണ്. മുമ്പിലൊരു 2 വരി കസേര കാലിയായി കിടക്കുന്നു എന്നുള്ള ഒറ്റ പ്രശ്നമേ ഉള്ളൂ. ബേക്കിലുള്ള ആൾക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നുന്നില്ലെങ്കിലും മുമ്പിൽ ഒരു 10 ആൾക്ക് വന്നിരിക്കാൻ സൗകര്യമുണ്ട്. പ്രയാസമില്ലെങ്കിൽ ബാക്കിലുള്ളൊരു 10 പേർക്ക് വേണമെങ്കിൽ മുമ്പിൽ വന്നിരുന്നാൽ 2 കാര്യം: ഒന്ന് സദസ്സ് ഭംഗിയാകും, മറ്റൊന്ന് നമുക്ക് പറയുന്ന കാര്യം കുറച്ച് ഭംഗിയായി മനസ്സിലാകും. അതുപോലെ ഈ ഭാഗത്തുള്ളവർക്കും വേണമെങ്കിൽ ഒന്ന് മുന്നോട്ടിരുന്നാൽ കുറച്ച് റാഹത്തുണ്ടാകും, സദസ്സിനൊരു റാഹത്തുണ്ടാകും. ഞാൻ പറയുമ്പോൾ എനിക്കൊരാശ്വാസം ഉണ്ടാകും, കേൾക്കുന്ന നിങ്ങൾക്കൊരാശ്വാസം ഉണ്ടാകും. എന്തായാലും നമ്മൾ വലിയൊരു മെനക്കെടല്ലേ, അത് ഫലപ്പെടണമല്ലോ. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഇരിക്കട്ടെ. എഴുന്നേറ്റ് നിന്നതിനും സഹകരിച്ചതിനൊക്കെ എല്ലാവരോടും സന്തോഷം അറിയിക്കുന്നു. നമ്മുടെ മക്കൾ അവരുടെ പ്രായത്തിനനുസരിച്ചാണ് അവർ പ്രവർത്തിക്കുക. അതിൻ്റെ ഒരു അടയാളമാണ്, ഒരു തെളിവാണ് ഇപ്പോൾ ഇവർ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതും ഇവർ കളിച്ചുകൊണ്ടിരിക്കുന്നതും. അവരൊരു തെറ്റ് ചെയ്യല്ല. അവരുടെ ഭാഷയിലല്ലാതെ നാം സംസാരിക്കുമ്പോൾ സ്വാഭാവികമായും അവർ പരസ്പരം സംസാരിക്കും. നമ്മളിവിടെ ഉദ്ഘാടനത്തിലും ഇനി ഞാൻ പ്രസംഗിക്കുമ്പോഴൊക്കെ ഞാൻ മുതിർന്നവരോടാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ വലിയ ഒരു ക്ലിക്ക് ആകൂല കുട്ടികൾക്ക്. അപ്പോൾ അവർ പരസ്പരം സംസാരിക്കും, ചിരിക്കും, പറയും, എഴുന്നേറ്റ് നടക്കും. അവർ പരസ്പരം പേന കൈമാറുകയും ചിരിക്കുകയും പറയുകയൊക്കെ ചെയ്യും. അത് ക്ഷമിക്കാനുള്ള സന്മനസ് നമുക്കുണ്ടാകണം. പാരൻറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അള്ളാഹു നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണ് സന്താനങ്ങൾ. സന്താന പരിപാലനത്തിന് ഇപ്പോൾ വ്യാപകമായി നമ്മൾ പറഞ്ഞു കേൾക്കുന്ന മലയാളത്തിലേക്ക് കുടിയേറിയ ഒരു പുതിയ പദം കൂടിയാണ് പാരൻറ്റിങ്. ഏത് പഴമക്കാരനും പറഞ്ഞാൽ മനസ്സിലാകും പാരൻറ്റിങ് എന്ന് പറഞ്ഞാൽ. അത് രക്ഷാകർതൃത്വം എന്നൊക്കെ മലയാളത്തിൽ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ഞാൻ വേറെ വിശദീകരിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ പാരൻറ്റിങ് എന്ന് പറയലാണ് ആ വിഷയത്തിൽ സുഖം. പാരൻറ്റിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം എന്താണെന്ന് പറയണ്ടേ? നമ്മുടെ മക്കളെ അവർക്കാവശ്യമായ മറാഫിഖ്, ജീവിതാവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുക. വിദ്യാഭ്യാസം, വസ്ത്രം, പാർപ്പിടം, ഭക്ഷണം തുടങ്ങിയ അവരുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുകയും അതിലൂടെ അവരെ അറിവുള്ളവരായും നല്ല സ്വഭാവമുള്ളവരായും നല്ല പെരുമാറ്റമുള്ളവരായും അവരെ മാറ്റിയെടുക്കുന്ന പ്രവണതയ്ക്ക് പറയുന്ന പേരാണ് പാരൻറ്റിങ്. പാരൻറ്റിങ്ങിൽ ശരിയുമുണ്ട്, തെറ്റുമുണ്ട്. ഏതാണ് ശരി എന്നും ഞാൻ പറയാം, ഏതാണ് തെറ്റ് എന്നും പറയാം. അത് പറയുന്നതിൻ്റെ മുമ്പ് 2 ഉദാഹരണങ്ങൾ പറയാം. ഒന്ന്, ഒരു വെള്ളിയാഴ്ച ദിവസം
രാവിലെ സാധാരണഗതിയിൽ വെള്ളിയാഴ്ചയിൽ ഹാപ്പി സോണിൻ്റെ പ്രോഗ്രാമുകളൊന്നും ഇല്ലാത്തൊരു ദിവസമായിരുന്നു ആ സമയത്ത്. അങ്ങനെയുള്ളൊരു രാവിലെ ഒരാൾ എന്നെ ഫോണിൽ വിളിക്കുന്നു. അദ്ദേഹം വിളിച്ചിട്ട് ഇന്ന് എനിക്കൊരു അപ്പോയിൻമെൻറ്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, വെള്ളിയാഴ്ച സാധാരണ ഞാൻ ഹാപ്പി സോണിൽ ഉണ്ടാകാറില്ലല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്നാലിന്ന ആൾ പറഞ്ഞിട്ട് വിളിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം എന്നെ നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഒരു വലിയ ആൾ. അപ്പോൾ ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ, നിങ്ങൾ വന്നോ, എപ്പോഴാണ് വരേണ്ടത്? അസുറിന് ശേഷം. അങ്ങനെ അസുറിന് ശേഷം ഞാൻ ഇരിക്കുകയാണ്. എൻ്റെ മുമ്പിൽ ഒരു മാതാവും ഒരു പിതാവും, യുവത്വം വിട്ടുമാറിയിട്ടില്ലാത്ത മാതാവും പിതാവുമാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. രണ്ടുപേരുടെ മുഖത്തും ധാരാളം സങ്കടങ്ങളുടെയും പ്രയാസങ്ങളുടെയും കാർമേഘം മൂടിക്കിടക്കുന്നുണ്ട്. അതിൽ ഈ പിതാവ് തല താഴ്ത്താൻ തുടങ്ങി. ശ്രദ്ധിച്ചു നോക്കുമ്പോൾ അദ്ദേഹം കരയുകയാണ്. ഞാൻ കരുതി, കരച്ചിൽ വരുന്ന ആൾക്ക് കരഞ്ഞാൽ ഒരു ആശ്വാസം കിട്ടും, അയാൾ കരയട്ടെ. അയാൾക്ക് കരയാനുള്ള ആശ്വാസത്തിന് വേണ്ടി ഞാൻ കേട്ടിരുന്നു. അദ്ദേഹം നന്നായി കരഞ്ഞു. കുറേ കരഞ്ഞതിന് ശേഷം അദ്ദേഹം പറച്ചിൽ തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, ഇന്ന് രാവിലെ വെള്ളിയാഴ്ച സുബ്ഹിക്ക് ശേഷമുള്ള സമയം, ളുഹാ സമയമായപ്പോൾ ഞാൻ ളുഹാ 8 റക്അത്തും നിസ്കരിച്ചിട്ട് എൻ്റെ മകന് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നിട്ടത് വീണ്ടും കരയാണ്. സ്വാഭാവികമായും മകന് വേണ്ടി പ്രാർത്ഥിച്ചു, മകൻ കരഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ മനസ്സിൽ പ്രഥമ ദൃഷ്ടിയ ഓടി വന്നൊരു പിക്ചർ, മോനെന്തോ രോഗമല്ലതോ ആയി കാണും, അല്ലെങ്കിൽ വല്ല പ്രയാസവും ഉണ്ടായിട്ടത് പറയാൻ വന്നതായിരിക്കും എന്നൊക്കെയാണ് എൻ്റെ കൽക്കുലേഷൻ. പക്ഷെ അതൊക്കെ തെറ്റി. അദ്ദേഹത്തിൻ്റെ അടുത്ത വാക്കുകൾ ഇങ്ങനെയായിരുന്നു: എൻ്റെ ഭാര്യ, അഥവാ ഞാൻ പരാമർശിക്കുന്ന മകൻ്റെ ഉമ്മ, ഇന്ന് രാവിലെ, വെള്ളിയാഴ്ച രാവിലെ പറയുകയാണ്, എത്രയെത്ര മക്കളാണ് അപകടം പറ്റിയിട്ടൊക്കെ മരിച്ചത് ന്യൂസിലൊക്കെ കാണുന്നത്. എന്തേ എൻ്റെ മകൻ എങ്ങനെ മരിച്ചു പോകാത്തത് എന്നാണ് എൻ്റെ ഭാര്യയുടെ വാക്ക്. +1 പഠിച്ചുകൊണ്ടിരിക്കുന്ന മകനെ ഉദ്ധരിച്ചുകൊണ്ടാണ്, മകനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ ഉമ്മ പറയുന്നത്. പല മക്കളും അപകടം പറ്റിയത് ന്യൂസിലൊക്കെ കാണുന്നത് പോലെ എന്തേ എൻ്റെ മകൻ മരിച്ചു പോകാത്തത് എന്ന് ഒരു ഉമ്മ പറയണമെങ്കിൽ ആ ഉമ്മയുടെ മനസ്സിൽ ആ സമയത്തുണ്ടാകുന്ന അസ്വസ്ഥതയും പ്രയാസവും ഒന്നും എല്ലാവർക്കും മനസ്സിലാകൂല. ഇനി ഞാൻ അടുത്തൊരു ഉദാഹരണം പറയാം. വഫാത്തായി പോയ ഖുറത്തുസ്സാദാത്ത് തങ്ങൾ നവറല്ലാഹു മർഖദഹു മഹാനവറുകളുടെ സിയാറത്തിന് വേണ്ടി ഞാനൊരു യാത്ര പോവുകയാണ് കർണാടകയിലേക്ക്. എൻ്റെ കൂടെ ഒരു പണ്ഡിതനുണ്ട്. അദ്ദേഹം എന്നെക്കാൾ പ്രായമുള്ള പണ്ഡിതനാണ്. പാരൻറ്റിങ്ങിനെ കുറിച്ചൊക്കെയുള്ള എൻ്റെ ഏതോ ഒരു സംസാരം കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങളെ കണ്ടപ്പോൾ നിങ്ങളോട് സംസാരിക്കണമെന്ന് എനിക്ക് തോന്നിയത് എൻ്റെ കഥയാണ്. എന്താണ് എൻ്റെ കഥ? അദ്ദേഹം എന്നോട് പറഞ്ഞു, എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ ഈ സമയം വരെ ഒരു നേരം, ഒരു സമയം നിസ്കാരം ഖളാ ആയിട്ടില്ല. അദ്ദേഹം ഒരു മദനിയാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ബിരുദമെടുത്തതിൻ്റെ പേരിലല്ല എനിക്കിങ്ങനെ ഒരു സവിശേഷമായ ഒരു അനുഭവം പറയാൻ കഴിയുന്നത്. പിന്നെ എൻ്റെ മാതാപിതാക്കളുടെ പരിചരണമാണ്, പാരൻറ്റിങ് ആണ്. ഞാൻ ചോദിച്ചു, മാതാപിതാക്കളുടെ പൊസിഷൻ എന്തായിരുന്നു, അവരുടെ ലൈഫ് പൊസിഷൻ, അവരുടെ തസ്തിക എന്തായിരുന്നു? അദ്ദേഹം പറഞ്ഞു, രണ്ടുപേരും നിരക്ഷരരായിരുന്നു. മതപരമായും അക്കാദമിക്കൽ എഡ്യൂക്കേഷനിലും മോറൽ എഡ്യൂക്കേഷനിലും, രണ്ട് വിദ്യാഭ്യാസത്തിലും നിരക്ഷരരായിരുന്നു എൻ്റെ മാതാപിതാക്കൾ രണ്ടുപേരും. പിന്നെ എങ്ങനെയാണ് ഇത് സാധിച്ചത്? അദ്ദേഹം വീണ്ടും എന്നോട് പറഞ്ഞു, എൻ്റെ കയ്യിൽ എപ്പോഴും ക്യാഷ് ഉണ്ടാകും, ചെറിയ കുഞ്ഞുനാളിലെ ക്യാഷ് ഉണ്ടാകും. കാരണം അവർക്ക് ഫാമിലി കൃഷി ധാരാളമുള്ളവരാണ്. അതോടൊപ്പം വരുമാന മാർഗത്തിന് വേണ്ടി ബേക്കറി ഫുഡ് ഐറ്റംസ്, പ്രൊഡക്റ്റുകൾ
ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്ന പരിപാടിയാണ്. ഒരു ലോക്കൽ ഏരിയയിലെ ഏകദേശ കടകളിലും ഇവരുടെ പ്രൊഡക്റ്റുകളാണ് ഉണ്ടാവുക. വളരെ വിശ്വസനീയമായി ഉപയോഗിക്കാൻ പറ്റിയ പ്രൊഡക്റ്റുകളാണ്. ഈ പ്രൊഡക്റ്റുകൾ വിതരണം ചെയ്യുന്ന, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ജോലി കുഞ്ഞുനാളിൽ മദ്രസയിൽ പോകുന്ന നാളിലെ ഞങ്ങൾ നിർവഹിക്കാറുണ്ട്. അങ്ങനെ ജോലി ചെയ്താൽ യഥേഷ്ടം അർഹമായ തുക കൂലിയായി പിതാവ് തരും. ചെറിയ മദ്രസയിൽ പോകുന്ന കാലത്തെ കഠിനമായി ജോലി ചെയ്യും. വയനാടിൻ്റെ തണുപ്പിൽ മദ്രസയിൽ പോകുന്നതിൻ്റെ മുന്നേ പല കടകളിലും പലഹാരങ്ങൾ എത്തിക്കുക എന്നത് അദ്ദേഹം പറഞ്ഞു എൻ്റെയും ജ്യേഷ്ഠൻ്റെയും ഡ്യൂട്ടിയാണ്. ഞങ്ങളത് ചെയ്യും, കൃത്യമായിട്ട് ചെയ്യും. അതിനുശേഷവും ജോലി ഉണ്ടാകും സ്കൂൾ വിട്ട് വന്നാലും. എന്നാൽ യഥേഷ്ടം കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിലും ഒരു തവണ പോലും അനാവശ്യമായി ഒന്നിനും ഞങ്ങൾ ക്യാഷ് ഉപയോഗിക്കാറില്ല. അത് പിതാവിൻ്റെ ശിക്ഷണ രീതിയാണ്. ക്യാഷ് കയ്യിൽ വെക്കാം, ആവശ്യമുള്ള വസ്തുക്കൾ വാങ്ങിക്കാം, ഉപയോഗിക്കാം. പക്ഷേ പാരന്റ് അറിയണം, പിതാവ് അറിയണം. പിതാവിനറിയാം മകൻ്റെ കയ്യിൽ എത്ര ക്യാഷ് ഉണ്ട്. ആ ക്യാഷ് അന്വേഷിക്കുന്ന സമയത്ത് പിതാവിൻ്റെ പെർമിഷൻ ഇല്ലാതെ, സാങ്ഷൻ ഇല്ലാതെ ചെലവഴിച്ചു എന്ന് വന്നാൽ പിതാവ് തല്ലും. അത് പക്ഷേ ഒരു തല്ല്, അത് വേദനയാകാനുള്ള തല്ലല്ല. പക്ഷേ ആ തല്ലൊരിക്കലും ഞങ്ങൾക്ക് കൊണ്ടിട്ടില്ല. കൊള്ളരുത് എന്നത് ഞങ്ങളുടെ ശാഠ്യ വിഷയവുമായിരുന്നു. ഞാൻ അദ്ദേഹത്തെ കൗതുകത്തോടെ കേൾക്കാൻ തുടങ്ങി. അദ്ദേഹം എന്നോട് വീണ്ടും പറഞ്ഞു, ഞങ്ങളെ മാനേഴ്സ് പഠിപ്പിച്ചതും മാതാപിതാക്കളാണ്. അദ്ദേഹം പറഞ്ഞു, ഒരു ദിവസം വീട്ടിൽ അതിഥികൾ വന്നു. അതിഥികൾ വന്നാൽ പ്രധാന ഭക്ഷണ സമയം അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന അഡീഷണൽ സൊല്യൂഷനാണ്, താൽക്കാലിക പരിഹാരമാണ് ബേക്കറി ഐറ്റംസ്. അപ്പോൾ സ്വാഭാവികമായും ബേക്കറി പ്രൊഡ്യൂസേഴ്സും കൂടിയാകുമ്പോൾ, ബേക്കറി നിർമ്മാതാക്കളും കൂടിയാകുമ്പോൾ പറയേണ്ടതില്ലല്ലോ. അങ്ങനെ ബേക്കറി ഐറ്റംസ് ഒക്കെ കൊണ്ടുവച്ച് അതിഥികൾക്ക് വേണ്ടി ഈ ചായയും കൊണ്ടുവച്ച് അവർ തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് ഇദ്ദേഹം പറയാ, ഞാനും ജ്യേഷ്ഠനും തല്ലുകൂടി. എന്തിനാണ് തല്ല്? ബേക്കറി ഐറ്റംസിന്, എസ്പെഷ്യലി മിക്സറിന് വേണ്ടിയാണ് തല്ല് നടക്കുന്നത്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് ബോധമില്ല, അതിഥികൾ വന്ന സമയത്ത് തല്ലുകൂടരുത് എന്നോ അതും ഭക്ഷണത്തിന് വേണ്ടി കലപില കൂടരുത് എന്നോ അങ്ങനൊരു മാനേഴ്സ് ഞങ്ങൾക്കില്ല. അത് ഞങ്ങൾ മറന്നു. പക്ഷേ ഇത് കണ്ട പിതാവ് ഒരക്ഷരം അസഭ്യം പറയുകയോ ആട്ടുകയോ തുപ്പുകയോ ഒന്നും ചെയ്തില്ല. അതിഥികൾ പോയി കഴിഞ്ഞപ്പോൾ എന്നെയും ജ്യേഷ്ഠനെയും പിതാവ് വിളിച്ചു. രണ്ടുപേരെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, അകത്ത് പോയിട്ട് ഓരോ പ്ലേറ്റ് എടുത്തിട്ട് വരാൻ പറഞ്ഞു. സാധാരണ നമ്മൾ ചോറൊക്കെ വയ്ക്കാറുള്ള പ്ലേറ്റ് തന്നെ എടുത്തിട്ട് വരാൻ പറഞ്ഞു. രണ്ടുപേരും പ്ലേറ്റ് എടുത്തു വന്നു. രണ്ടുപേരുടെ പ്ലേറ്റിലും നിറയെ ഈ മിക്സ്ചർ ഇട്ടു. മിക്സ്ചർ ഇട്ടതിന് ശേഷം പിതാവിൻ്റെ ചോദ്യം, നമ്മൾ ഈ മിക്സ്ചർ ഉണ്ടാക്കിയതല്ലേ? അതെ. എന്തിനാണ് ഈ മിക്സ്ചർ ഉണ്ടാക്കിയത്? സ്വാഭാവികമായും ഈ സുഹൃത്ത് പറഞ്ഞു, എൻ്റെ കുഞ്ഞുനാളല്ലേ, ഞങ്ങളെ അനുഭവം വെച്ച് വിൽക്കാൻ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞു. ബാപ്പ പറഞ്ഞു അല്ല. വീണ്ടും ചോദിച്ചു, ചോദ്യം പഴയത് തന്നെ. ഞങ്ങൾ മറുപടി ആദ്യത്തെ തന്നെ പറഞ്ഞു. ബാപ്പ പറഞ്ഞു അല്ല. 3 തവണ ചോദിച്ചതിന് ശേഷം ബാപ്പ പറഞ്ഞു, നിങ്ങൾക്ക് തിന്നാനുണ്ടാക്കിയതാണ്. നിങ്ങൾ തിന്നതിന് ശേഷം ബാക്കിയുണ്ടെങ്കിൽ കൊടുക്കാം, വിൽക്കാം. അത് പറഞ്ഞതിന് ശേഷം പറഞ്ഞു, യഥേഷ്ടം തിന്നോളാൻ പറഞ്ഞു. ഇദ്ദേഹം പറയാ, ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. അദ്ദേഹം പറയുന്നു, എൻ്റെ ജീവിതത്തിൽ അതിനുശേഷം ഒരതിഥി വീട്ടിൽ വന്നാൽ എങ്ങനെയാണ് മാനേഴ്സ് കാണിക്കേണ്ടത് എന്ന് മറ്റൊരാളുടെ ഒരു ലെക്ചറിങ്, ഒരു വിശദീകരണം, ഒരു ക്ലാസ് ആവശ്യമായിട്ടില്ല. ആ ഒറ്റ മൊമെന്റ്, ആ ഒരു നിമിഷം ഞങ്ങളുടെ മനസ്സിലേക്ക് വാരി വിതറിയ ആശയങ്ങളുടെയും ബോധോദയത്തിൻ്റെയും വൈപുല്യം, അതിൻ്റെ വൃത്തം വളരെ വലുതായിരുന്നു.
ഇനി പാരന്റിങ്ങിനെ കുറിച്ച് ഞാൻ പറയട്ടെ. പാരന്റിങ് നിങ്ങൾക്ക് ശരിയുമുണ്ട്, തെറ്റുമുണ്ട്.